ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഫോൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും തിരക്കിലാണെന്ന് വിചാരിക്കുന്നു. ഈസ്റ്ററും പെസഹായും ദുഃഖവെള്ളിയും കുട്ടികളുടെ അവധിയും ഒക്കെ ആയിട്ട് എല്ലാവരും ഒരു തിരക്കിലായിട്ട് നിൽക്കുന്ന ഈ ടൈമിൽ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. ഒരു കാട ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു 5 കാട വലുതാണ് ഡ്രസ്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കാട വളരെ ഗുണമുള്ളതാണ്, കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന് മീറ്റ് വളരെ കുറവാണ്, കാടയുടെ ഗുണമാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നന്നായിട്ട് ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മുടെ കാടേനെ ഒന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് നമുക്ക് ഓരോ ഐറ്റം ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് മുളക് പൊടി 1.5 സ്പൂണാണ്, കാശ്മീരി ചില്ലി അല്ല, മല്ലിപ്പൊടിയാണ്, അതും നമുക്ക് 1.5 സ്പൂണ് എടുക്കാം. ഗരം മസാല എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് പൊടിച്ചതാണ്. കുരുമുളക് പൊടി 1 സ്പൂണാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് അരച്ചത് 1.5 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു നാരങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞേക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇച്ചിരിയും കൂടി ഒന്ന് ലൂസായി വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പേസ്റ്റ് പാകത്തിന് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടയിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഓരോ കടയെടുത്ത് ഇതുപോലെ കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. എങ്കിലേ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അപ്പം മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കാട മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫ്രൈയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കാട ഫ്രൈക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. മറ്റ് ഓയിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത്രയും വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഫ്ലെയിം അല്പം കുറച്ച് ഓരോ കാടയും പതുക്കെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ തൂവി ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഒരു സൈഡ് ഫ്രൈ ആകാൻ കാത്തിരിക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയിട്ടെടുക്കാം. ഓയിൽ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി, മുങ്ങിക്കിടന്ന് ഫ്രൈ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മുടെ കാട ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരോടൊക്കെ പറയണം. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാമെന്ന് പ്രതീക്ഷിച്ച് കൂട്ടുകാർ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറഞ്ഞ്
ഇപ്പോൾ പോകുന്നു. സ്നേഹത്തോടെ താങ്ക്